പ്രിയമുള്ളവരെ, ഈ അടുത്ത നാളിൽ നടന്ന വിവാഹത്തിൻ്റെ ആ വധു ധരിച്ച വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പേജിൽ തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരു യുവാവിട്ട കമൻറ്റുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുമായി കാര്യം സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം ലജ്ജാകരമായ വിധത്തിലാണ് ഈ വധു എന്ന് പറയുന്ന സ്ത്രീ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. അത് ഫോട്ടോ എടുത്ത് അത് പരസ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഫോട്ടോയോടുകൂടെ ഇദ്ദേഹം ഇട്ട ഒരു കമൻ്റാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. അദ്ദേഹം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വിഷയം ഇതാണ്: തനിമ, പൈതൃകം, സംസ്കാരം എന്നൊക്കെ നാം അഭിമാനത്തോടെ പറയുമ്പോൾ ഈ വസ്ത്ര സംസ്കാരവും ഇതിലൊക്കെ പെടുന്നതാണോ? 30,000-വും 50,000-വും ഒക്കെ മുടക്കി മന്ത്രകോടി വാങ്ങി കയ്യിൽ മടക്കിയിട്ടിട്ട് അൾത്താരയിൽ വിശുദ്ധ വസ്ത്രം ധരിച്ച് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന വൈദികരുടെ മുൻപിൽ അലങ്കാരം നടത്തിയ അടിവസ്ത്രം മാത്രം ധരിച്ച് വരൻ്റെയും ബന്ധുമിത്രാദികളുടെയും മുന്നിൽ എല്ലാം തുറന്നു പ്രദർശിപ്പിക്കുവാൻ അനുവാദം കൊടുക്കുന്ന ഇവളെയൊക്കെ കുറ്റിച്ചൂലിന് വേണം തല്ലി ഓടിക്കുവാനായിട്ട്. ആ യുവാവ് പറഞ്ഞതിൽ വളരെയധികം കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ ചിത്രവും ഇദ്ദേഹം എഴുതിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സ് സത്യത്തിൽ വളരെയധികം എൻ്റെ ആത്മാവ് വേദനിച്ചു. അതുകൊണ്ടാണ് ഇത് പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് പറയണം എന്ന് പല നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് ഒരു അവസരം വന്നു കിട്ടിയത്. ഈ യുവാവ് പറയുന്നത് പോലെ നമ്മുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10,000-ങ്ങളും ഒക്കെ മുതൽ മുടക്കുള്ള, അല്ലെങ്കിൽ 25,000 50,000 രൂപ, കാരണം മന്ത്രകോടിയിലാണല്ലോ ആ ചെറുക്കൻ്റെ പ്രൗഢി മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം വിലയുള്ള സാരി വാങ്ങാവോ അത്രയും വിലയുള്ളത് വാങ്ങിയിട്ട് അത് മടക്കി കയ്യിലിട്ടുകൊണ്ടാണ് പള്ളിയിൽ നിൽക്കുന്നത്. ആ ഇടുന്ന പെണ്ണിന് നല്ല വസ്ത്രമില്ല. പള്ളിയിൽ വിശുദ്ധ ആ കൂദാശ സ്വീകരിക്കുവാനായിട്ട് വരുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ വധുവിൻ്റെ ശരീരത്ത് വസ്ത്രമില്ല. പണ്ട് സാരി ഉടുക്കുമായിരുന്നു. തല പോലും മറച്ചുകൊണ്ട്, തല മൂടിയാണ് ഒരു വധു. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടി എങ്ങനെയാണോ സഭയുടെ പ്രതീകമായി നിൽക്കുന്നത്, അതുപോലെ വേണം ഒരു പെൺകുട്ടി ദേവാലയത്തിൽ ഈ കൂദാശ സ്വീകരിക്കുവാനായിട്ട് വരേണ്ടത്. അപ്പോൾ ആ വധുവിന് ചേർന്ന വസ്ത്രധാരണം വേണം. കർത്താവിൻ്റെ മണവാട്ടിയാണ്. അപ്പോൾ ആ മണവാട്ടിക്ക് ചേർന്ന വസ്ത്രം വേണം ധരിച്ചുകൊണ്ട് വരുവാനായിട്ട്. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ എങ്ങനെയാണ്? സാരി തലയിലൂടെ തല മറച്ച്, മുഖമേ കാണുകയുള്ളൂ, തല മറച്ചാണ് സ്ത്രീകൾ വധു വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രം ഒരു പൂ കാണും. ഇപ്പോൾ വന്നത് മാറി. ഇപ്പോൾ സാരിയെ ഉടുക്കാറില്ല. ഇപ്പോൾ ചുരിദാർ പോലെ എൻ്റെ സെറ്റ് ഒരു സാധനം മാത്രമേ ഇടുള്ളൂ. ഈ നേഴ്സറി പഠിക്കുന്ന പിള്ളേർ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കൊച്ചുടുപ്പ് പോലെ ഒരു കൊച്ചുടുപ്പ് ഇട്ടുകൊണ്ടാണ് ഇന്ന് യുവതികൾ, ശരീരമുള്ള ഈ പെൺകുട്ടികൾ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ നേരെ മുൻപിൽ വരുന്നത്. ഫ്രണ്ടിൽ ഒരു നെറ്റ് പോലും ഇതുങ്ങൾ ഇടാറില്ല അല്ലേ? പണ്ട് തലയിൽ ഫ്രണ്ട് മുതൽ പുറകോട്ട് കിടന്നോണ്ടിരുന്ന നെറ്റ് ഇപ്പോൾ വന്ന് ഈ ബ്യൂട്ടീഷ്യൻകാര് അവരാണ് ഇത് മൊത്തം അങ്ങോട്ട് ഏറ്റെടുക്കുന്നത്. ട്രെൻഡിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പം മുടി അഴിച്ചിട്ടിട്ട് മുടിയുടെ ഏറ്റവും പുറകിൽ മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ മുടിയുടെ ഏറ്റവും അടിവശത്ത് ഒരു കുടുക്കിട്ടിട്ട് താഴോട്ട് അങ്ങ് നെറ്റിട്ടേക്കും. ഇപ്പോൾ അപ്പോൾ സഭ എന്തു പറയുന്നു, ദൈവവചനം എന്തു പറയുന്നു, അതിനനുസരിച്ചൊന്നും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട് ഇപ്പോൾ നമ്മുടെ യുവാക്കന്മാർ, പ്രത്യേകിച്ച് യുവതികൾക്ക് സമയമില്ല. അതൊക്കെ മാറ്റിവെക്കും. ദൈവപ്രമാണങ്ങളും ദൈവകൽപ്പനകളും സഭയുടെ കൽപ്പനകളും മാറ്റിവെച്ചിട്ട് തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, കാലങ്ങൾക്കനുസരിച്ച്, ട്രെൻഡിനനുസരിച്ച് ഫാഷൻ പരേഡ് നടത്താനായിട്ട് വരുന്നത് പോലെയാണ് ഇന്ന് പല പെൺകുട്ടികളും അൾത്താരയുടെ മുൻപിലേക്ക് വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബ്ലൗസ് പോലും അല്ല ഇട്ടിരിക്കുന്നത്. മാറ് മുഴുവൻ തുറന്ന് കാട്ടിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ
തൻ്റെ ശരീരത്തെ അത്രയും ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിന് അത്രമാത്രം ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയി എന്ന് വേണം ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാനായിട്ട്. ഈ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കണ്ടോ? എല്ലാവർക്കും സന്തോഷം, ചെറുക്കന് കെട്ടാൻ പോകുന്ന ചെറുക്കന് സന്തോഷം. കാരണം താൻ ആദ്യ രാത്രി കാണേണ്ടത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ടല്ലോ, കാണിക്കാൻ പറ്റിയല്ലോ. ഒന്നാലോചിച്ച് നോക്കി, ഇതാണ് സംഭവം. ഇതുപോലുള്ള അവസ്ഥയാണ് ഓരോ ദേവാലയങ്ങളിൽ നടക്കുന്നത്. എങ്ങനെ വിശുദ്ധിയോടെ വസ്ത്രം ധരിച്ചു വരണമെന്ന് ഒരു ട്രെയിനിങ്, ഒരു പഠിപ്പിക്കൽ, ഒരു പരിശീലനം വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് യുവാവ് എഴുതിയിരിക്കുകയാണ്, വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി ചെയ്ത് കുറച്ച് പണം സമ്പാദിച്ച് സ്വന്തം നാട്ടിൽ വന്ന് എന്ത് കോപ്രായവും കാട്ടിക്കൂട്ടാനാണോ നമ്മുടെ സംസ്കാരം, പൈതൃകം എന്നൊക്കെ പറയുന്നത്? വിശുദ്ധ വസ്ത്രം ധരിച്ച് കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന പുരോഹിതരെങ്കിലും ഇത്തരം മ്ലേച്ഛതകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാതെ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ ദേവാലയത്തിനകത്ത് ഇത് സംഭവിക്കുന്നത്? വൈദികർ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ? ആ ഇടവക വികാരിയോ കെട്ടിക്കുന്ന വൈദികരോ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ ഇതിങ്ങനെ സംഭവിക്കുന്നത്? വൈദികർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ട വൈദികരെ, ഏറ്റവും സ്നേഹത്തോടെ ചങ്കിലെ വേദനയോടെ പറയുക, നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ വ്യക്തിയുടെ ആത്മാവിനെ കുറിച്ചൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി വിശുദ്ധിക്ക് ചേരാത്ത വിധത്തിൽ ആ കൂദാശ പരികർമ്മത്തിന് വേണ്ടി വരുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണമെന്ന് പറയാൻ നമുക്കൊരു വലിയ കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ പല വൈദികരും ബോധപൂർവം മറന്നു കളയുകയാണ്, മൗനമായിട്ടിരിക്കുക. അവരെ ഭയന്നിട്ടാണോ? അല്ല, ഇത് കഴിയുമ്പോൾ അവരിന്ന് വിദേശത്തു നിന്ന് വന്നവരല്ലേ, അപ്പൊ അവരിന്ന് കിട്ടേണ്ട കൈമടക്ക് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ നിശബ്ദരാകുന്നത്? സമൂഹത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ദൈവത്തെ മാത്രം ഭയപ്പെട്ട പോരെ? പണ്ടുള്ള, ഞാൻ കണ്ടിട്ടുമുണ്ട്, ഞാൻ പറഞ്ഞതും കേട്ടിട്ടുണ്ട്, പണ്ടുള്ള വൈദികരൊക്കെ ഇങ്ങനെ മാറുമറയ്ക്കാതെ വരുന്ന ഏതെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു വൈദികൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ മോളെ തല കിടക്കുന്ന നെറ്റ് അല്ലെ സാരി എടുത്ത് പൊന്നിലൊന്ന് മറച്ചിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം മുമ്പിൽ നിൽക്കുന്ന വൈദികർക്ക് പോലും ഉതർപ്പുണ്ടാകുന്നുണ്ട്. വൈദികർ അവിടെ മുമ്പിൽ നിന്ന് വേണമല്ലോ ഈ പ്രതിജ്ഞയൊക്കെ ചെയ്യാനായിട്ട്, ഉടമ്പടി എടുക്കാനായിട്ട്. മനുഷ്യരല്ലേ വൈദികരും, അവരുടെ നോട്ടം അങ്ങോട്ട് ചെല്ലുകയല്ലേ. ഈ കാലഘട്ടത്ത് ഒത്തിരിയേറെ വൈദികർ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. ചിലപ്പോൾ അവർക്ക് പിന്നീട് ടെംപ്റ്റേഷൻ ഉണ്ടാകാം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ ഈ ഇടർച്ചയുണ്ടാകുന്ന, ഉതപ്പുണ്ടാകുന്ന വിധത്തിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കരുത്. വേണ്ട വിവേകമില്ലാത്ത സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ഉള്ളതെങ്കിൽ അവർക്ക് മാതാപിതാക്കൾക്ക് വിവരമുണ്ടല്ലോ. ഈ മാതാപിതാക്കളെങ്കിലും മോളെ നീ ഏത് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മേലെ, പറഞ്ഞു കൊടുക്കാൻ മേലെ. പണമായി കഴിയുമ്പോൾ, പണത്തിന്റെ അഹങ്കാരം വന്നു കഴിയുമ്പോൾ, അയ്യോക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പണമുള്ള അവളാണ് എല്ലാം മുടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തേക്കുക. വിവാഹം എന്ന് പറയുന്ന ഒരു കൂദാശയാണ്. ആ കൂദാശ നിലനിൽക്കണ്ടേ? മരണം വരെയും നിലനിൽക്കേണ്ട ഒന്നാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ആ കുടുംബത്തിലോട്ട് കടന്നു വരേണ്ടതാ. ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ വന്ന് കടന്നു വരേണ്ടതാ. പക്ഷേ വിശുദ്ധമായവ വിശുദ്ധിയോടെ സ്വീകരിക്കുന്നവർ വിശുദ്ധരാകും. വിശുദ്ധമായ കൂദാശ ഏറ്റവും വിശുദ്ധിയോടെ, പരിശുദ്ധിയോടെ, പവിത്രമായിട്ട് സ്വീകരിച്ചാൽ മാത്രമേ കൃപ, വരപ്രസാദം ആ കൂദാശയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഒരുക്കം ആവശ്യമാണ്, വസ്ത്രത്തിന്റെ ഒരുക്കം നമുക്ക് വളരെയധികം ആവശ്യമാണത്. ബൈബിളിൽ ഇങ്ങനൊരു വചനം പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നു, അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വണ്ണം, ഉചിതമാം വിധം വസ്ത്രദാനം ചെയ്ത് നടക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സ്ത്രീകൾ എപ്പോഴും എല്ലായിടത്തും, പ്രത്യേകിച്ച് നമ്മൾ ചന്തയിൽ പോകുന്നത് പോലെയോ, മാർക്കറ്റിൽ പോകുന്നത് പോലെയോ, ഫാഷൻ പരേഡിന് പോകുന്ന പോലെ, ക്ലബിൽ പോകുന്നത് പോലെയോ ദേവാലയത്തിലേക്ക് വരരുത്. ഇത് പറയാൻ വേറെ ആരുമില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മേൽ ശിക്ഷാവിധി ഉണ്ടാകും.
ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം വേണം അവർ വസ്ത്രം ധരിക്കാൻ. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം വസ്ത്രം ധരിക്കുക. മാതാപിതാക്കളോട് പറയാനായിട്ടുള്ള, നിന്റെ മക്കളെ അച്ചടക്കത്തിൽ വളർത്തുക. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. വചനം പറയുകയാണ്, നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണം? നിങ്ങളുടെ മക്കളെ അച്ചടക്കത്തിൽ വളർത്തുക. പുത്രന്മാരെ ചെറുപ്പം മുതലേ അച്ചടക്കമുള്ള വസ്ത്രം ധരിപ്പിച്ചവരെ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണമെന്ന് പ്രഭാഷകൻ 7:23 പറയുകയാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇത് നിങ്ങൾക്ക് വ്യക്തികൾക്കെതിരല്ല ഇത് പറയുന്നത്, വ്യക്തിപരമായ തേജോവധമല്ല, അല്ലെങ്കിൽ വ്യക്തിക്കെതിരല്ല ഇത് വിശ്വാസത്തിനെതിരെയുള്ള ഏത് പ്രവർത്തികൾ സംഭവിച്ചാലും നമ്മൾ ആദ്യമൊക്കെ കണ്ണടച്ച് അവസാനം വന്നു കഴിയുമ്പോൾ പറയാതിരിക്കാൻ പറ്റിയല്ല. നമുക്കൊരു പ്രവാചക ദൗത്യം തന്നിട്ടുണ്ട്. കാരണം ഇത് അവലംബിച്ചാൽ മറ്റുള്ളവർ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. അടുത്ത തലമുറ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് പള്ളിയിൽ വന്ന് സ്വീകരിക്കാനായിട്ട് വരും. എല്ലായിടത്തും നോക്കിയാൽ പുരുഷന്മാർ ശരീരം മുഴുവനുള്ള വസ്ത്രം മറച്ചാ വരുന്നത്. ശരീരം മുഴുവൻ മറച്ചാണ്, നല്ല ഷോട്ടും കൂട്ടും എല്ലാം ഇട്ട് കഴുത്തു വരെയും വസ്ത്രം മറച്ചാണ് പുരുഷന്മാർ വരുന്നത്. സ്ത്രീകളോ മാക്സിമം തുറന്നിടാൻ പറ്റുന്നു, തുറന്നിട്ടുകൊണ്ടാണ് സ്ത്രീകളും വരുന്നത്. അവരുടെ കൂടെ വരുന്ന സ്ത്രീകളും മൊത്തം പുറമ്പോക്കും മിച്ചഭൂമിയും കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കെട്ടാൻ പോകുന്ന ചെറുക്കനെങ്കിലും ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വിവാഹത്തിന് സമയമായപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളികൾ പറഞ്ഞു, ഇന്ന വസ്ത്രം ധരിക്കണം, ഇങ്ങനെയുള്ള വസ്ത്രം വേണം ധരിക്കാൻ, എൻ്റെ കമ്മല് ഇതെങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കണം, ദൈവഭക്തിക്ക് ചേർന്ന വിധമായിരിക്കണമെന്ന് പറഞ്ഞു ഉറപ്പിച്ച് കൺഫേം ചെയ്ത് ആ വിധത്തിലാണ് വിവാഹത്തിലേക്ക് കടന്നു വന്നത്. ഓരോ വൈദികരും സ്നേഹത്തോടെ പറയുകയാണ്, ഓരോ വൈദികരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ വസ്ത്രം മുഴുവൻ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വൈദികരല്ലേ, അവിടെ പുരുഷന്മാരെല്ലാം വസ്ത്രം ധരിച്ചിരിക്കുന്നേ. അപ്പോൾ ഈ കൂദാശ സ്വീകരിക്കാൻ വരുന്ന സ്ത്രീകൾ, വധു ഉചിതമായ വിധം വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം വൈദികര്. അത് പള്ളി കയറുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിക്കണം, അല്ലെ മാതാപിതാക്കൾക്ക് പറഞ്ഞിരിക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ, സ്നേഹബുദ്ധിയ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.